രീതികളിൽ നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്കുമൊക്കെ മാവ് കുഴയ്ക്കാം. അത് രാവിലെ ഉണ്ടാക്കിയ രാത്രിയും നല്ല പുതുമയായിട്ട് നല്ല ഫ്രഷായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുവേ. അപ്പോൾ നമുക്കതെന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് എണ്ണയും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് ഒരു മാവ് കുഴയ്ക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും. ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പരന്നൊരു ബേസിൻ എടുക്കണം. നമുക്ക് ചപ്പാത്തിക്ക് മാവ് കഴിക്കാനൊക്കെ ഇതേപോലത്തെ ഒരു ബേസിനാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ പരന്ന തട്ടം വാങ്ങിക്കാൻ കിട്ടും, അതാണ് നല്ലത്, നല്ല വിസ്താരമായിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂണോളം പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഞാനിപ്പം കത്തിച്ചിട്ടൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കപ്പി കായ്ച്ചാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാവൊക്കെ നന്നായിട്ട് കുഴയ്ക്കത്തില്ലേ, അതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് നല്ല തേച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കണേ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഒരുപാട് രീതിയിൽ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാറുണ്ട്. ഇതിപ്പം ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നല്ലോണം സിമ്മിൽ വെച്ചതിന് ശേഷം ഈ മാവൊന്ന് കുറുക്കി എടുക്കണം. കൈ എടുക്കാതെ തന്നെ കിണ്ടി എടുക്കണം. നമ്മളിത് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോകരുത്. ഈ ഒരു മാവ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പേസ്റ്റായിട്ട് നല്ലോണം ഇങ്ങനെ കട്ടിക്കാക്കി എടുക്കണേ. എന്നും പറഞ്ഞിട്ട് ഒരുപാട് പശ പോലെ ഉണ്ടക്കട്ടി പോലെ ഒന്നും ആക്കി എടുക്കരുത്. നമുക്ക് ഇതിനകത്തിട്ട് വേണം ബാക്കി മാവ് കുഴച്ചെടുക്കാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മളത് നോക്കിയിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് കപ്പി കായ്ക്കുന്നത് പോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ. അപ്പം ഇത്രത്തോളം മതി. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. പൊടി എടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ചില പൊടികളുണ്ടല്ലോ നമ്മൾ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒരുപാടാകത്തില്ല. ചില പൊടികൾക്ക് നമുക്ക് കുറേ വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ വീട്ടിൽ ഗോതമ്പ് പൊടിക്കുന്നത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കി എനിക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ടും എന്തോ മാവിനൊക്കെ കുറച്ചും കൂടെ നല്ലൊരു കളറുള്ളതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പരുവപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, ഇത് തിളച്ച വെള്ളമോ ചൂടുവെള്ളമോ ഒന്നുമല്ല, സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ച് ഞാൻ മാവ് കുഴയ്ക്കാറുണ്ട്, അല്ലാതെ ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ച് മാവ് കുഴയ്ക്കാറുണ്ട്. അതിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ എന്തായാലും ഇടാമേ. ബാക്കിയുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. അതുപോലെ നമ്മൾ ഭയങ്കര ശക്തി പ്രയോഗിച്ചൊന്നും ഈ ചപ്പാത്തിയുടെ മാവൊന്നും കുഴയ്ക്കേണ്ട. നല്ല സോഫ്റ്റായിട്ട് പതിയെ ഇങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു തള്ളവിരൽ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കുഴയ്ക്കണേ. ആ ഒരു പരുവത്തിൽ കുഴയ്ക്കുമ്പം നല്ലതാണ് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടിയല്ലുണ്ടല്ലോ, അതൊക്കെ വെച്ച് ഒന്ന് ഇടിച്ചൊക്കെ പദപ്പെടുത്തിയെടുക്കാം. പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ മാവ് ഇതേപോലെ കുഴച്ചിട്ട് അമ്മിക്കല്ല് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിലൊരു ഇച്ചിരി എണ്ണയൊക്കെ തൂത്തിട്ട് അതിലിങ്ങനെ ഇടിച്ച് കുഴയ്ക്കുമായിരുന്നു കേട്ടോ. പപ്പടത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതേപോലെ ഒന്ന് കയ്യിലാക്കിയതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് നല്ല പരുവപ്പെടുത്തി എടുക്കണം. ഇതുപോലെ ഒന്ന് ഉരുട്ടി തേച്ച് വേണം കുഴച്ചെടുക്കാൻ. മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഉടനെ തന്നെ ഉണ്ടാക്കരുത്. കുറഞ്ഞത് ഒരു 1/4 മണിക്കൂറെങ്കിലും മാവൊന്ന് കുതിർന്ന് വരാനായിട്ട് ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം വലിപ്പത്തിനുള്ള ഉരുളകൾ അല്ലെങ്കിൽ എത്രത്തോളം വലിപ്പത്തിനുള്ള ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു പരുവത്തിനുള്ള മാവ് ഇങ്ങനെ എടുത്തതിന് ശേഷം കുറച്ചിങ്ങനെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് 2 കൈ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ല പ്രസ് ചെയ്തിങ്ങനെ ഉരുട്ടിയെടുക്കണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുട്ടുമ്പോഴത്തേക്കും ആ മാവ് കുറച്ചുകൂടെ നല്ല ഒരു സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്കാം. അങ്ങനെ മൊത്തവും നമ്മൾ ഉരുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിതിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തി തുടങ്ങാം. മാവ് നിങ്ങൾക്ക് കൈകൊണ്ട് ഞാൻ എടുത്തപ്പോൾ തന്നെ മനസ്സിലായി നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചപ്പാത്തി പലകയൊക്കെ വെക്കുന്നതിന് മുമ്പ് ഒരു വൃത്തിയുള്ളൊരു ടവൽ, ഒരു കുട്ടി ടർക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഭാഗം പൊടിയൊന്നും ആകാതെ വൃത്തിയായിട്ടിരിക്കും. ഒരു കുഞ്ഞ് കിണ്ണത്തിൽ ഇതേപോലെ മാവ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് മുക്കാനും ഒക്കെ നല്ല സൗകര്യമായിരിക്കും. ഇനി നമുക്ക് ചപ്പാത്തിക്ക് മാവൊന്ന് പരത്തി തുടങ്ങാം.
ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിലോളുന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കല്ലൊക്കെ ദേ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ തേച്ച് കൊടുത്തു. ഒരൊറ്റ തവണ നമ്മൾ അങ്ങനെ എണ്ണ തേക്കത്തുള്ളൂ, ഒരുപാട് തവണ എണ്ണ തേക്കത്തില്ല. ചപ്പാത്തിയുടെ മുകളിലോട്ടും എണ്ണയൊന്നും തേക്കത്തില്ല. ഇതുപോലെ ഒരു വശം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പം കമിഴ്ത്തി ഇട്ട് കൊടുത്തിട്ട് അടുത്ത വശത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ട്രൈപോഡ് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പോരായ്മ കാണാൻ പറ്റും, കാരണം ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ അടുത്ത ഒരു ചപ്പാത്തിയും കൂടെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറേ സമയം കഴിഞ്ഞാലും ഈ ഒരു ചപ്പാത്തി വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു ചപ്പാത്തി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ. ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്, രാത്രിയിലത്തെ കഴിക്കാൻ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം രാത്രിയിൽ ഞങ്ങൾ ഇത് തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.